കോഴിക്കോട് ലഹരിമരുന്ന് കേസിൽ പിടിയിലായ 2 ടാൻസാനിയൻ വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോഴും ലഹരിമരുന്നിന്റെ ഉറവിടം, കണ്ണികളിലെ പ്രധാനികൾ ആരൊക്കെ തുടങ്ങിയ വിവരങ്ങൾ തേടുകയാണ് ഇതിന്റെ ലക്ഷ്യം. കാരന്തൂരിൽ നിന്നും 221 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ടാൻസാനിയ പൗരന്മാരായ ഡേവിഡ് എൻറ്റമി, അഡ്ക ഹരുണ എന്നിവരടക്കം 5 പേരാണ് ഇതുവരെ പിടിയിലായത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ടാൻസാനിയക്കാരുൾപ്പെടുന്ന ഒരു ലഹരി സംഘം, അതെങ്ങനെയാണ് അത്തരത്തിലൊരു സംഘം അവിടെ വന്നത്? ഇതിന്റെ ഉറവിടം എവിടെയാണ്? ടാൻസാനിയയാണോ അതോ മറ്റേതെങ്കിലും പ്രദേശമാണോ? ഇതൊക്കെ സംബന്ധിച്ച അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണ, ഇന്നലെയാണ് പഞ്ചാബിൽ നിന്ന് ഈ പ്രതികളെ കുന്നമംഗലം സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഈ 2 പേരിൽ ഒതുങ്ങില്ല ഈ ലഹരിക്കടത്തിന്റെ ശൃംഖല എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവം നടക്കുന്നത്, അതായത് ഇതിന്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ വർഷം ആദ്യം ജനുവരി 21-ന് കാരന്തൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് നടന്ന പരിശോധനയിൽ 221 ഗ്രാം MDMA-യുമായി 2 പേരെ പിടികൂടുന്നു. തുടർന്ന് അവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ് ഷമീൽ എന്നയാളിലേക്ക് എത്തുന്നത്. അയാൾ മൈസൂരിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അന്വേഷണ സംഘം മൈസൂരിലെത്തി ഇയാളെ പിടികൂടുന്നു. ഇയാളെ പിടികൂടിയപ്പോഴാണ് ഇതിൽ 2 വിദേശികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ പഞ്ചാബിലുള്ള ഈ ഡേവിഡിലേക്കും അഡ്കയിലേക്കും അന്വേഷണം കൊണ്ടുപോയി എത്തുന്നത്. ഇവരെ അവിടെ എത്തി കേരള പോലീസ് പഞ്ചാബിലെത്തി ഇവരെ 2 പേരെയും പിടികൂടുന്നു. ഇവർ ടാൻസാനിയക്കാരാണ്. കേവലം 20ഉം 21 വയസ്സും മാത്രം പ്രായമുള്ള 2 പേരാണ് ഇവർ അവിടെ പഠിക്കുകയായിരുന്നു. ഏതായാലും ഇവർ 2 പേരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എങ്ങനെയാണ് ഇവരുമായി ബന്ധം, അതായത് ഈ മലയാളികളുമായി എങ്ങനെയാണ് ഇവർക്ക് ബന്ധം, ഏത് രീതിയിലാണ് ഈ ലഹരി ഇടപാട് ഇവർ കേരളത്തിൽ നടത്തുന്നത്, കൂടുതൽ പേർ ഇതിൽ കണ്ണികളായിട്ടുണ്ടോ, ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെയാണ്, ഇത്തരം ഈ MDMA ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ഉറവിടം ഉണ്ടാകും, ഒരു കേന്ദ്രം ഉണ്ടാകും, അതെവിടെയാണ് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പോലീസ് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും കൃഷ്ണനെ ചോദിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് ഉടൻ തന്നെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പോലീസ് കർശനമായ പരിശോധന നടത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫലം കൂടിയാണ് ഇത്തരത്തിൽ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളത്. അതിൽ ഏറ്റവും മുഖ്യ കണ്ണികളിൽ തന്നെ 2 പേരെ പിടികൂടാനായി എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഈ ലഹരിക്കടത്ത് തടയുന്നതിൽ പോലീസിന് നിർണായകമായ ഒരു വഴിത്തിരിവ് കൂടിയായേക്കും. ക്രിസ്റ്റീന.